പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും കർത്താവില്ലെങ്കിൽ നമ്മുടെ ജീവിതം സമ്പൂർണ്ണ പരാജയമാണ്. ഹൃദയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും നിയന്ത്രണം കർത്താവ് ഏറ്റെടുക്കണമെങ്കിൽ നാം ചെയ്യേണ്ടുന്നത് എന്താണ്? വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം ഇതിനുള്ള ഉത്തരം നൽകി തരുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം കർത്താവ് ഏറ്റെടുക്കണമെങ്കിൽ ദൈവശബ്ദം കേൾക്കേണ്ടതായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ ദൈവം മുമ്പാകെ തുറന്നിടേണ്ടതായിട്ടുമുണ്ട്. കാരണം കർത്താവ് ഒരിടത്തും തള്ളിക്കയറി വരികയില്ല. വിശുദ്ധ വേദപുസ്തകം മുഴുവനും അങ്ങനെ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ വീടിൻ്റെ മുമ്പിൽ യഹോവയാം ദൈവം വന്നപ്പോൾ നിലം വരെ കുനിഞ്ഞ് സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു. അവിടെ അബ്രഹാം സ്വീകരിച്ചപ്പോൾ അവൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. എമ്മവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർ യേശുവിനെ നിർബന്ധിച്ച് അവിടേക്ക് കൊണ്ടുവന്നുവെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പൂർണമായ നിയന്ത്രണം കർത്താവ് ഏറ്റെടുക്കുവാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ആനുകാല പ്രസക്തമായ ഒരു സന്ദേശമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു ക്ലാസ് കൂടെയാണ്. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ ദീർഘമായ വാക്യങ്ങളാണ്. വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും ഷോർട്ടായിട്ട് ആ ഭാഗങ്ങളൊന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് എങ്ങനെയാണ് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നതെന്നും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുവാനായിട്ട് പോകുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഈ പറഞ്ഞ വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഏഷ്യ മൈനറിലെ 7ാമത്തെ സഭയായ ലവോദിക്യ സഭയോടുള്ള കർത്താവിൻ്റെ ചില അരുളപ്പാടുകളാണ്. നമ്മൾ അതിനായിട്ട് ഈ സഭ എന്താണെന്നും ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കുക. എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ 7 സഭകളിൽ കർത്താവ് ഒരു പ്രശംസയുടെ വാക്കുകളും പറയാത്ത ഒരേ ഒരു സഭ ലവോദിക്യ സഭയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിസമ്പന്നതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന, ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞ് പണം കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും ഒന്നിനും ബുദ്ധിമുട്ടില്ലാതെ എല്ലാം നന്നായി പോകുന്നുവെന്ന് ധരിച്ചിരിക്കുമ്പോഴും കർത്താവ് പുറത്തു പോയ ഒരു സഭയാണ് ലവോദിക്യ സഭ. ഇന്നത്തെ കാലത്തും അത് തന്നെയാണ്. ആത്മീയതയുടെ മൂടുപടങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം മുറതെറ്റാതെ നടക്കുന്നുണ്ടെങ്കിലും പല സമയങ്ങളിലും ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആത്മീയത പലപ്പോഴും നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നില്ലെന്ന് മാത്രമല്ല കർത്താവ് പുറത്തായി പോയിരിക്കുകയാണ്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? ചിലരുടെ ജീവിതത്തിലെങ്കിലും ഈ സന്ദേശം ഒരു മാറ്റത്തിന് കാരണമായി തീരട്ടെ. ഈ ലവോദിക്യ എന്ന് പറയുന്ന പട്ടണം ഒരു സമ്പന്നമായ പട്ടണമായിരുന്നു. BC 250 സിറിയൻ രാജാവായ ആന്റിയോക്യസ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഭാര്യയായ ലവോദിക്കയുടെ പേരിൽ പണിതൊരു പട്ടണമാണ് ഈ പട്ടണം. പക്ഷെ പിന്നീട് ഈ പട്ടണം 61 ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുകയും ഈ പട്ടണം തകർന്ന തരിപ്പണമായി പോവുകയും ചെയ്തു. അന്നത്തെ രാജാവായിട്ടുള്ള റോമൻ ചക്രവർത്തിയായ കൈസർ ഈ പട്ടണം പുതുക്കി പണിയാൻ തീരുമാനിച്ചു. പക്ഷേ ലവോദിക്യ എന്ന് പറയുന്ന ആ ഒരു പട്ടണം സമ്പന്നമായ പട്ടണമായതുകൊണ്ട് അവിടുത്തെ ആളുകൾ ചക്രവർത്തിയുടെ സഹായം കൂടാതെ ഈ പട്ടണം പുതുക്കി പണിത് അതിമനോഹരമാക്കി. ഈ പട്ടണത്തെ വിളിച്ചിരിക്കുന്ന മറ്റൊരു പേര് ഏഷ്യയുടെ സുന്ദരി എന്നാണ്. എന്തുകൊണ്ടാണ് ഈ പട്ടണം ഇത്രയും സർവ്വസമ്പന്നമായത്? ഒന്നാമത് അവിടെയുള്ള വസ്ത്രനിർമ്മാണ മേഖലയായിരുന്നു. ചെമ്മരിയാടുകളുടെയൊക്കെ തോലുകൾ അല്ലെങ്കിൽ ആ കമ്പിളിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കമ്പിളി വസ്ത്രങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ലവോദിക്കയിലെ വസ്ത്രവിപണി എന്ന് പറയുന്നത് പേര് കേട്ടതാണ്. അതിലൂടെ ഒരു വലിയ സമ്പത്ത് അവിടേക്ക് ഒഴുകിയെത്തി. രണ്ടാമത്തേത് അവിടെയുള്ള ഒരു വൈദ്യ മേഖലയാണ്. എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ച കൊടുക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ലേപനം അവിടുത്തെ വൈദ്യന്മാർ ഉണ്ടാക്കുകയും അങ്ങനെ ആ ഒരു വൈദ്യ ശാസ്ത്രത്തിൽ അവർ
വൈദഗ്ധ്യരായിരുന്നു. അതുമാത്രമല്ല അവിടുത്തെ ലവോദിക്കൻ നാണയങ്ങളിൽ അവരുടെ പേരുകളൊക്കെ മുദ്രണം ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അപ്പം പണം കൊണ്ടും ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ടുമെല്ലാം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പ്രത്യേക ഇടമായിരുന്നു ഈ ലവോദിക്ക എന്ന് പറയുന്ന സ്ഥലം. പക്ഷേ ലവോദിക്കയെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് അവരിൽ നിന്ന് പുറത്തായി പോയി എന്നുള്ളതാണ്. ആ പുറത്തായി പോയത് കൊണ്ട് അവരുടെ അവസ്ഥ എന്താണെന്നും എന്തായി തീരുമെന്നും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അത് മാത്രമല്ല, എന്താണ് ചെയ്യേണ്ടതെന്നും ആ സഭ എന്താണ് മടങ്ങി വരവിനായി ചെയ്യേണ്ടതെന്നും ഇവിടെ വിവരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതൊന്ന് കൊണ്ടുവരുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വേഗത്തിൽ ദൈവവചനത്തിലേക്ക് നമുക്ക് പോകാം. 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അറിയപ്പെടുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിനെ വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി എന്നാണ് വിളിച്ചിരിക്കുന്നത്. സത്യവാനായ സാക്ഷി എന്ന് പറയുമ്പോൾ സത്യത്തിന് സാക്ഷി നിൽക്കുവാനായിട്ട് വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. താൻ കണ്ടത് നമ്മളോട് അറിയിച്ചു തന്നവനാണ്. ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ. ആമേൻ എന്ന് പറയുന്ന പദം അപ്രകാരം തന്നെ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വാക്കുകൾ അപ്രകാരം തന്നെ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. മുൻപോട്ട് പോവുകയാണ്. 15-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഈ ലവോദിക്ക എന്ന് പറയുന്ന ഈ ഒരു പട്ടണത്തിലെ ഒരു പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് രൂക്ഷമായ ജലക്ഷാമമായിരുന്നു. അവർക്ക് കുടിവെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കുള്ള കുടിവെള്ളം കുറച്ചധികം ദൂരെയുള്ള മറ്റൊരു സ്ഥലത്തു നിന്ന്, ഒരു ഉറവയിൽ നിന്ന് ചൂടുവെള്ളം കനാലിലൂടെ ഈ പട്ടണത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അപ്പം ഈ വെള്ളം പട്ടണത്തിൽ എത്തിക്കഴിയുമ്പോൾ ഈ ചൂടുവെള്ളം തണുത്തതുമല്ല ചൂടുമല്ലാത്ത, ശരിക്കും പറഞ്ഞാൽ വാട്ടവെള്ളം ഇല്ലേ, അത്തരത്തിലുള്ള ഒരു വെള്ളമായിരുന്നു അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, ചൂടുവെള്ളം വേണമെങ്കിൽ സഹിക്കാം, തണുത്ത വെള്ളം ഉപയോഗിക്കാം. പക്ഷെ ഈ വാട്ടവെള്ളം നമുക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ലവോദിക്ക സഭയുടെ ആത്മീയ അവസ്ഥ ഇത് തന്നെ. ആത്മീയരാണോ എന്ന് ചോദിച്ചാൽ ആത്മീയരല്ല, ജഡീകരാണോ എന്ന് ചോദിച്ചാൽ ജഡീകരല്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു എന്താ പറയുന്നത്, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത ഒരു പ്രത്യേക അവസ്ഥ. സത്യമല്ലേ പറയുന്നത്? ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ആത്മീയരാണോ എന്ന് ചോദിച്ചാൽ ആത്മീയരല്ല, ജഡീകരാണോ എന്ന് ചോദിച്ചാൽ ജഡീകരുമല്ല. പള്ളിയിൽ പോകുന്നുണ്ട്, പിന്നെ ആരാധനകൾക്ക് സംബന്ധിക്കുന്നുണ്ട്, ദൈവത്തെ വിളിക്കുന്നുണ്ട്, എല്ലാം പേരിന് നടക്കുന്നുണ്ട്. പക്ഷെ ആത്മീയനാണോ എന്ന് ചോദിച്ചാൽ അല്ല, ജഡീകനാണോ എന്ന് ചോദിച്ചാൽ അല്ല. പോകട്ടെ. അപ്പം ഇത്തരത്തിലുള്ള ശീതോഷ്ണവാനായിട്ടുള്ള അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഈ ഒരു കൂട്ടരോട് അല്ലെങ്കിൽ ആ ഒരു സഭയോട് കർത്താവ് പറയുന്ന ദൂതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നത്. 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ ധനവാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. ഇതാണ് പ്രശ്നം. പല സമയത്തും നമ്മുടെ ജീവിതത്തിൽ സൗകര്യവും സുഖവും ഒക്കെ വർദ്ധിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇവരെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: നീ നിർഭാഗ്യനാണ്. എന്തുകൊണ്ടാണ് നീ നിർഭാഗ്യൻ എന്ന് പറയുന്നത്? കർത്താവ് അവിടെ ഇല്ല, കർത്താവ് സഭയുടെ പുറത്തു പോയി. സഭ മാത്രമല്ല, വ്യക്തി ജീവിതങ്ങളുടെയും ജീവിതത്തിൻ്റെ അകത്തുനിന്ന് പുറത്തുപോയി. അടുത്തത്, നീ നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. കണ്ണിൽ പുരട്ടാൻ ലേപം ഒക്കെ ഉണ്ട്, പക്ഷെ കുരുടനാണ്. നഗ്നൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവ സാന്നിധ്യത്തിന്റെ അകത്തുനിന്ന് നഷ്ടപ്പെട്ട് മറ്റൊരു തലത്തിലേക്ക് പോയപ്പോൾ ദൈവം മുമ്പാകെ നഗ്നനായി തീർന്നിരിക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ നമുക്കറിയാമല്ലോ, ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അനുസരണക്കേട് മൂലം തെറ്റിപ്പോയ ആദം ദൈവം മുമ്പാകെ നഗ്നനായി. അവൻ തന്നെത്താൻ തുന്നിയുണ്ടാക്കിയ ആ ഒരു അത്തിയിലയുടെ വസ്ത്രം പോലും വെയിലടിച്ചപ്പോൾ എന്തു പറ്റി? അത് ചുളുങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നു. അപ്പൊ മനുഷ്യൻ അവന്റെ നഗ്നത മറയ്ക്കുവാനായിട്ട് ദൈവം മുമ്പാകെ എന്ത് ചെയ്താലും അതൊന്നും നിലനിൽക്കുന്നതല്ല എന്നും, നമ്മുടെ നഗ്നത ദൈവത്തിന് മാത്രമേ മറയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ കരുണയിലും ദൈവത്തിന്റെ കൃപയിലും ദൈവിക നീതിയിലും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ
ആ നീതിയുടെ ഒരു വസ്ത്രം ദൈവം നമ്മളെ ധരിപ്പിച്ച് വീണ്ടും ജനനത്തിലൂടെ ആമേൻ നമ്മുടെ നഗ്നതയെ കർത്താവ് എടുത്ത് മാറ്റുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നീ എന്താണ് ചെയ്യേണ്ടുന്നത്? 18-ാമത്തെ വാക്യത്തിൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിപ്പിച്ച് പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും കാഴ്ച ലഭിക്കേണ്ടതിന് ലേപവും വിലയ്ക്ക് വാങ്ങുക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ് നമുക്ക് ഇതെല്ലാം ലഭ്യമായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് 19-ാമത്തെ വാക്യത്തിൽ എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു, ജാഗ്രതയുള്ളവനാകുക, മാനസാന്തരപ്പെടുക. ഇത് തന്നെയാണ് കുഴപ്പം. മാനസാന്തരം നഷ്ടപ്പെട്ടു പോയ ഒരു പ്രത്യേക അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും നമ്മൾ എവിടെയെങ്കിലും ദൈവത്തിൽ നിന്ന് തെറ്റി അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മാനസാന്തരപ്പെട്ട് ദൈവം മുമ്പാകെ മടങ്ങി വരുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അടുത്തത് 20-ാമത്തെ വാക്യം. ഈ വാക്യമാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. നോക്കിക്കേ, സഭയുടെ നാഥനായ കർത്താവ് സഭയുടെ പുറത്തുപോയി. പക്ഷെ ഓരോ വ്യക്തികളോടുമാണ് പറയുന്നത്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടി അത്താഴം കഴിക്കും. കർത്താവ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വാതിൽ തള്ളി തുറന്ന് ഉള്ളിൽ പ്രവേശിക്കത്തില്ല. നമ്മുടെ അനുവാദമോ നമ്മുടെ സമ്മതമോ കൂടാതെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം ഒരിക്കലും നിയന്ത്രണം ഏറ്റെടുക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഒരു സ്വതന്ത്ര ഇച്ഛയോടുകൂടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇച്ഛകളുടെ മേൽ ദൈവം ഒരിക്കലും തൻ്റെ പരമാധികാരം സ്ഥാപിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഓരോ വ്യക്തിയും അനുവാദം കൊടുത്ത് ജീവിതത്തെ ദൈവം ഏറ്റെടുക്കുവാൻ സമ്മതം കൊടുത്താൽ മാത്രമേ ആ ജീവിതത്തെ കർത്താവ് ഏറ്റെടുക്കത്തുള്ളൂ. നമ്മൾ ഒരാളോട് എത്ര ബുദ്ധി ഉപദേശിച്ചാലും എത്ര നന്നാകണമെന്ന് പറഞ്ഞാലും ആ വ്യക്തി സ്വയം തിരിച്ചറിഞ്ഞ് ദൈവം മുമ്പാകെ വിധേയപ്പെടാത്തിടത്തോളം കാലം ആ വ്യക്തിയുടെ ജീവിതത്തെ ഒരിക്കലും ദൈവം ഏറ്റെടുക്കത്തില്ല, നിയന്ത്രിക്കത്തില്ല. നമ്മളിത് നന്നായിട്ട് നമ്മളത് മനസ്സിലാക്കുക. പിശാചിനെ സംബന്ധിച്ചിടത്തോളം അനുവാദം കൂടാതെ അവൻ അകത്ത് കയറുന്നവനാണ്. പക്ഷെ നമ്മുടെ ദൈവം അനുവാദം കൂടാതെ അകത്ത് കയറത്തില്ല. വേണമെങ്കിൽ ഇതിനെ ഹൃദയത്തിന്റെ വാതിലെന്നോ ജീവിതത്തിന്റെ വാതിലെന്നോ സഭയുടെ വാതിലെന്നോ ഒക്കെ പറഞ്ഞു. പക്ഷെ ഇത് സഭയോടുള്ള ബന്ധത്തിലാണെങ്കിലും ഇത് വ്യക്തിപരമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടാണ്, ഓരോരുത്തരോടും വ്യക്തിപരമായി പറയുന്ന ഒരു കാര്യമാണ്. വാതിൽ തുറക്കേണ്ടുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. തുറന്നാൽ നമ്മുടെ വേദനകളെയും നമ്മുടെ ഇല്ലായ്മകളെയും നമ്മുടെ ശൂന്യതകളെയും നമ്മുടെ ദാരിദ്ര്യത്തെയും ഒക്കെ മാറ്റി നമ്മുടെ ജീവിതത്തിന്മേൽ കർത്താവ് സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് മാത്രമല്ല, അവൻ എന്നോടും ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കും. എന്താണ് ഈ അത്താഴത്തിന്റെ പ്രത്യേകത? യവനന്മാരുടെ ജീവിത രീതി അനുസരിച്ച്, അന്നത്തെ കാലത്തെ ജീവിത രീതി അനുസരിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് വൈകുന്നേരത്തെ ഭക്ഷണമാണ്. കാരണം പകല് ജോലിക്ക് പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വൈകിട്ട് അവർ കുടുംബത്തോടുകൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം. അത് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമയമാണ് അവരുടെ സംസ്കാര രീതി അനുസരിച്ച്. അപ്പം ഈ ഒരു അത്താഴത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് അത്താഴത്തിൻ്റെ അകത്ത് സൗഹൃദമുണ്ട്, സ്നേഹമുണ്ട്, കൂട്ടായ്മയുണ്ട്, പരസ്പര ഐക്യമുണ്ട്, പരസ്പരം മനസ്സിലാക്കുന്ന സമയമാണ്. അപ്പം ഇതാണ് ഈ അത്താഴം എന്ന് പറയുന്ന സമയം. അപ്പം അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളോടുകൂടി അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞാൽ യേശു കർത്താവിനോടുകൂടെയുള്ള സൗഹൃദവും സ്നേഹവും കൂട്ടായ്മയും എല്ലാം അതിൻ്റെ അകത്ത് നമുക്ക് അത് ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുവാദമില്ലാതെ ഒരിക്കലും കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് തള്ളിക്കയറത്തില്ല. അതുകൊണ്ട് ഒരു വാക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഈ പ്രാർത്ഥനയോടെ ഓരോ നിമിഷവും നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവാശ്രയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.